ഹായ്. ഇപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാം. മാർജിനൽ കോസ്റ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ CMA മെറ്റിൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 16 പേജ് നമ്പർ 385 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ദ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനി ഈസ് ആസ് ഫോളോസ്. സെയിൽസ് 80,000 യൂണിറ്റ്സ് അറ്റ് ₹15 ഈച്ച്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 12 lakh ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് വന്നിട്ടുണ്ട്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ടോട്ടൽ 7,20,000. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 3,20,000. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10,40,000 ആണ്. അങ്ങനെ പ്രോഫിറ്റ് 1,60,000. The capacity of the plant is 1 lakh units. A customer from USA is desirous of buying 20,000 units at a net profit of ₹10 per unit. Advise the producer whether or not offer should be accepted. Will your advice be differ if the customer is a local? Okay. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒന്നുമില്ല, നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇവിടെ ഒരു പ്രൊഡക്ഷൻ നടത്തി സെയിൽ നടത്തുന്നുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ നടത്തുന്ന സെയിൽസ് എന്ന് പറയുന്നത് 80,000 യൂണിറ്റ്സ് ആണ്. ഈ 80,000 യൂണിറ്റ്സിന്റെ സെയിൽസ് പെർ യൂണിറ്റിന് 15 വെച്ചിട്ട് ടോട്ടൽ 12 lakh യൂണിറ്റ്സിന്റെ സെയിൽസ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതിന്റെ കോസ്റ്റും ഡീറ്റെയിൽസും പ്രോഫിറ്റും ആണ് അവിടെ തന്നിരിക്കുന്നത്. പ്ലാന്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 lakh യൂണിറ്റ്സ് ആണ്. ടോട്ടൽ 1 lakh യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഇരിക്കെ USA നിന്നും ഒരു ഫോറിൻ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ 20,000 യൂണിറ്റ്സിന്റെ. നോർമലി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ 80,000 യൂണിറ്റ്സിന്റെ സെയിൽസും പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. ബാക്കി റിമൈനിങ് കപ്പാസിറ്റി ആയ 20,000 യൂണിറ്റ്സിന്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആൻഡ് സെയിൽസ് ആണ് ഇവിടെ നമുക്ക് ഒരു ഓർഡർ ആക്കി കിട്ടിയിരിക്കുന്നത്. അത് ₹10 per യൂണിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഓർഡർ നമ്മൾ USA നിന്ന് കിട്ടിയ 20,000 യൂണിറ്റ്സിന്റെ ഓർഡർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോർമലി നമ്മളൊരു പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഇരിക്കെ നമ്മൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇപ്പൊ പെർ യൂണിറ്റ് ₹10 പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 20,000 യൂണിറ്റ്സ് ₹10 വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി അത് അക്സെപ്റ്റ് ചെയ്യാം. ബാക്കി ഒരു ചെറിയൊരു ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു ഓഫർ കിട്ടിയെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യമുണ്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോർമലി ഒരു പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. Statement of profitability, then particulars, 80,000 units at local market, 20,000 at USA, total. ഓക്കെ, ദെൻ നമുക്ക് 80,000 യൂണിറ്റ്സിന്റെ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 12 lakh യൂണിറ്റ്സ് ആണ്. ദെൻ വേരിയബിൾ കോസ്റ്റ് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിൽ പ്രോഫിറ്റബിലിറ്റി കാണേണ്ട നോർമൽ സ്റ്റേറ്റ്മെന്റ് പോകുന്ന സിറ്റുവേഷൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അത് തന്നെയാണ് നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടത്. ലെസ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ 2,40,000, ലേബർ 3,20,000, ഓവർഹെഡ് 1,60,000. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വന്നിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 7,20,000 ആണ്. അപ്പൊ സെയിൽസിൽ നിന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ ഇവിടെ നമുക്ക് ₹4,80,000 ആണ്. ദെൻ ലെസ് ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ഓൾറെഡി ഗിവൺ 3,20,000. അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹1,60,000. ലോക്കൽ മാർക്കറ്റിൽ നിന്നും 80,000 യൂണിറ്റ്സ് ₹15 വെച്ചിട്ട് നമുക്ക് പെർ യൂണിറ്റ് ₹15 വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹1,60,000 നമ്മൾ നോർമലി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രം ലോക്കൽ മാർക്കറ്റ്.
അതിനകത്ത് ഫിക്സഡ് കോസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി കവർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളോട് ഇനി ചോദിച്ചേക്കുന്നത് 20,000 യൂണിറ്റ്സിന്റെ ഒരു US എന്നൊരു കസ്റ്റമർ വന്നിട്ട് 20,000 യൂണിറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 lakh യൂണിറ്റ്സിന്റെ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതിൽ 80,000 1 lakh യൂണിറ്റ്സിന്റെ കപ്പാസിറ്റി ഉണ്ട്. അതിനകത്ത് 80,000 ആണ് നമ്മളിവിടെ ലോക്കൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത്. ബാക്കി 20,000 യൂണിറ്റ്സ് ആണ് നമുക്ക് ഓർഡർ ഫ്രം USA. ഓക്കെ, USA നമുക്ക് കിട്ടിയേക്കുന്ന ഓർഡർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇനി ഇവിടെ ചെയ്യാം. സെയിൽസ് എന്ന് പറയുന്നത് വർക്കിംഗ് നോട്ട് ഓൺ സെയിൽസ് ഫോർ 20,000 into 10 that is 2 lakh. ഓക്കെ, അപ്പം USA നമുക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ₹10 per യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 lakh rupeesന്റെ സെയിൽസ് കൂടി USA സെയിൽസ് ആവും. അങ്ങനെ 12 lakh plus 2 lakh 14 lakh ടോട്ടൽ സെയിൽസ് ഉണ്ട്. ദെൻ മെറ്റീരിയൽ വർക്കിംഗ് നോട്ട് 2 വേരിയബിൾ കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ഫസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിന്റെ കേസ് നമുക്കിവിടെ ഒരു 2,40,000 rupees കോസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 80,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 60,000 rupees എന്ന് കിട്ടും. ഓക്കെ, ഇഫ് 2,40,000 is for 80,000, that what will be for 20,000? നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 60,000 rupees എന്ന് കിട്ടും മെറ്റീരിയൽ കോസ്റ്റ്. ദെൻ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 3,20,000. If 3,20,000 is for 80,000, then what will be for 20,000? Okay, അപ്പോൾ നമുക്ക് അത് ചെയ്യുമ്പോൾ നമുക്ക് 80,000 rupees എന്ന് കിട്ടും. Then third വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1,60,000. If 1,60,000 is for 80,000 units, then what will be for 20,000 units? The answer will be 40,000. Again 40,000. Then നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എടുക്കാം. വേരിയബിൾ കോസ്റ്റ് ആയ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എല്ലാം നമ്മൾ ആഡ് ചെയ്തു, കമ്പ്യൂട്ട് ചെയ്തു. ചില ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കും, ചില ഓർഡേഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് അഡീഷണൽ വേരിയബിൾ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവുമെന്ന് പറഞ്ഞിരിക്കും. ഇൻ കേസ് അഡീഷണൽ വേരിയബിൾ കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, അഡീഷണൽ വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഈ കോസ്റ്റിനകത്ത് കൺസിഡർ ചെയ്യേണ്ടി വരും. ഈ കോസ്റ്റിൽ അഡീഷണൽ വേരിയബിൾ കോസ്റ്റ് വൈ അക്സെപ്റ്റിംഗ് ഓർഡേഴ്സ് ഫ്രം USA ഒന്നും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല. നോർമൽ വേരിയബിൾ കോസ്റ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വേറെ കോസ്റ്റ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്തില്ല. നോർമലി ഉള്ള തന്നിരിക്കുന്ന വേരിയബിൾ കോസ്റ്റിന്റെ പ്രപ്പോർഷനിൽ 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തുള്ളൂ. ദെൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 1,80,000. 2 lakh സെയിൽസ് മൈനസ് 1,80,000 നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 20,000 rupees കോൺട്രിബ്യൂഷൻ. 2 lakh മൈനസ് 1,80,000 നമുക്ക് ഇതിനെല്ലാം ആഡ് ചെയ്യാം. ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 3 lakh. ടോട്ടൽ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 3,20,000 plus 48,000, that is 4 lakh. 1,60,000 വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് 1,60,000 plus 40,000, that is 2 lakh. ഓക്കെ, അപ്പോൾ 4 plus 3 plus 2 9 lakh ആണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് ആയ 14 lakh മൈനസ് 9 വേരിയബിൾ കോസ്റ്റ് ആയ 9 lakh ചെയ്യുമ്പോൾ നമുക്ക് 5 lakh rupees ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 20,000 rupees ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. ദെൻ അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. നമുക്ക് ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ കാര്യം, നമ്മൾ 80,000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഇവിടെ 3,20,000 യൂണിറ്റ്സിന്റെ ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഈ ഇൻക്ലൂഡ് ആവുന്ന 3,20,000 യൂണിറ്റ്സ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ 80,000 നിന്ന് അബ്സോർവ് ചെയ്ത് കളഞ്ഞു.
അപ്പോൾ ഇനി നമുക്ക് നോർമലി ഒരു അഡീഷണലി ഒരു ഫിക്സഡ് കോസ്റ്റ് ചാർജ് ചെയ്ത് 20,000 മേൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഫിക്സഡ് കോസ്റ്റ് എന്നത് 3,20,000 ആണ്. നമ്മൾ 80,000 ചാർജ് ചെയ്തു. എഗെയിൻ നമ്മൾ അഡീഷണലി 3,20,000 എക്സസ് ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. 20,000 യൂണിറ്റ്സിന്മേൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതും പോരാഞ്ഞിട്ട് അപ് ടു ദ 100% ഓഫ് ദ കപ്പാസിറ്റി ഫിക്സഡ് കോസ്റ്റ് റീമെയിൻ സെയിം എന്നാണ് ഫിക്സഡ് കോസ്റ്റിന്റെ കൺസെപ്റ്റ് പോകുന്നത്. ഇവിടെ 80,000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തുന്നു, 20,000 യൂണിറ്റ്സ് US എന്നുള്ള ഒരു ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 1 lakh യൂണിറ്റ്സ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുള്ളൂ. അപ്പോൾ 1 lakh യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ 100% കപ്പാസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 lakh യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 1 lakh യൂണിറ്റ് നമ്മളിവിടെ പ്രൊഡക്ഷൻ നടത്തി സെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നോർമലി അപ് ടു 1 lakh റുപ്പീസിന്റെ യൂണിറ്റ്സിന്റെ പ്രൊഡക്ഷൻ വരെ നമുക്ക് എന്തായിരിക്കും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആകെപ്പാട് ഉണ്ടായിരുന്ന 3,20,000 റുപ്പീസിന്റെ ഫിക്സഡ് കോസ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യാൻ ഫിക്സഡ് കോസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ ആയ 20,000 തന്നെ നമുക്ക് എന്തായിരിക്കും പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യും. ബിക്കോസ് ദർ ഈസ് നോ അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് ടു ഇൻക്ലൂഡ് ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആയിക്കഴിഞ്ഞു. ദെൻ നമുക്ക് ഇവിടെ 3,20,000 ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ടോട്ടൽ കോളത്തിലോട്ട് വേണ്ടി ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1,80,000 റുപ്പീസ് എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിയേ, നമുക്ക് ഫോറിൻ കസ്റ്റമറിന്റെ ഓർഡർ കിട്ടുന്നതിന് മുമ്പേ നമുക്ക് 1,60,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രം ദ ലോക്കൽ മാർക്കറ്റ് ഓർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഓക്കെ, നമ്മൾ 15 റുപ്പീസിനാണ് ഇത് സെയിൽ ചെയ്യുന്നത്. 15 റുപ്പീസിനാണ് ഇത് സെയിൽ ചെയ്യുന്നത്. USA കസ്റ്റമർ നമ്മൾ ഇത് 20 റുപ്പീസിന് സെയിൽ ചെയ്തുകൊണ്ട് അഡീഷണലി വീണ്ടും ഒരു 20,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് സെയിൽ ചെയ്തുകൊണ്ട് 20,000 എക്സസ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉറപ്പായിട്ടും ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സസ് അല്ലെങ്കിൽ അഡീഷണൽ 20,000 റുപ്പീസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, ഇത് ഫോറിൻ കസ്റ്റമർ തന്ന ഈ ഓർഡർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 10 റുപ്പീസിനാണ് മേടിച്ചോളാന്ന് പറഞ്ഞേക്കുന്നത്. 10 റുപ്പീസിന് നമുക്ക് USA കസ്റ്റമറിന് സെയിൽ ചെയ്യാം. പിന്നെ ഈ ക്വസ്റ്റിന്റെ അവസാനം പറഞ്ഞേക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൽ യുവർ അഡ്വൈസ് ബി ഡിഫർ ഇഫ് കസ്റ്റമർ ഈസ് എ ലോക്കൽ. 10 റുപ്പീസിന് USA വന്ന കസ്റ്റമർ നമുക്കിത് കൊടുക്കാൻ പ്രശ്നമില്ല. പക്ഷേ ഞാനിപ്പോൾ നോർമലി ലോക്കൽ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് 15 റുപ്പീസിനാണ്. ദാറ്റ് ഈസ് 15 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന കേസാണ്. അപ്പോൾ എൻ്റെ ഒരു ലോക്കൽ കസ്റ്റമർ വന്നിട്ട് പറയുകയാണ്, ഞാൻ 15 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനം എൻ്റെ ഇന്ത്യക്കകത്ത് നിന്നുള്ള ഒരു ലോക്കൽ കസ്റ്റമറിന് 10 റുപ്പീസിന് കൊടുക്കാൻ തയ്യാറാവും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതിൻ്റെ കാര്യം, ഞാൻ 15 റുപ്പീസിന് വിൽക്കുന്ന സാധനമാണ് ഞാൻ എൻ്റെ ലോക്കൽ മാർക്കറ്റിൽ തന്നെ വേറൊരു ക്ലയന്റിന് 10 റുപ്പീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ 15 റുപ്പീസിന് വിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞൊരു സെല്ലിംഗ് പ്രൈസിന് ആ പുള്ളിക്ക് എൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലെ ലോക്കൽ മാർക്കറ്റിൽ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എൻ്റെ സെയിൽസിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ കസ്റ്റമർ എന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റിൽ നിന്നുള്ള കസ്റ്റമർ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ അഡീഷണൽ 20,000 റുപ്പീസിൻ്റെ ഓർഡർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഫോറിൻ ക്ലയന്റ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ലോക്കൽ സെയിൽസിലെ ലോക്കൽ മാർക്കറ്റിലെ സെയിൽസിനെ അത് എഫക്ട് ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ 20,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് കണ്ടിട്ട് ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ ക്വസ്റ്റിന്റെ മീനിങ്, ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ.